ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ് അടുത്ത് വരുന്നത്. അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠങ്ങളും ടീച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളും അതോടൊപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷനും കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു അടിസ്ഥാന പാഠാവലിയിലെ പാഠങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ, ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജീവിതം പടർത്തുന്ന വേരുകൾ എന്നുള്ളതാണ് ഫസ്റ്റ് യൂണിറ്റ്. അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഒരു ഫസ്റ്റ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം പ്രവേശകമായി നൽകിയിരിക്കുന്നത് കവി ഡി വിനയചന്ദ്രൻ്റെ വേരുകൾ എന്ന ഒരു കൊച്ചു കഥയാണ്, ഒരു ചെറുമിനി കഥയാണ്. അപ്പോൾ എന്താണ് ആ വേരുകൾ എന്ന കഥയുടെ ആശയം എന്ന് പറയാം. വേരുകളും ഭൂമിയുമായിട്ട് വലിയൊരു അഭേദ്യമായ ബന്ധം തന്നെയുണ്ട്. അപ്പോൾ വേരുകളില്ലെങ്കിൽ ഏത് വലിയ വൃക്ഷവും അടിപതറി വീഴും. അപ്പം മനുഷ്യന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ഈ ഭൂമിയുമായിട്ടുള്ള മനുഷ്യന്റെ ആ ഒരു ആശ്രയത്വം, അമ്മയായ ഭൂമിയോടുള്ള അവൻ്റെ സ്നേഹം, അതോടൊപ്പം തന്നെ അതായത് ഈ ഒരു അമ്മയായ പ്രകൃതിയായ ഭൂമിയോടുള്ള അവൻ്റെ ആ ഒരു സ്നേഹത്തിന് ഇളക്കം തട്ടുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന കഥയുടെ തലക്കെട്ട് അനുസരിച്ച് വരികയാണെങ്കിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വേരുകളാണ്. ഈ വേരുകൾ എന്ന് പറയുന്നത് സമൂഹമായിട്ടുള്ള ബന്ധമാവാം, മനുഷ്യരുമായിട്ടുള്ള മറ്റു മനുഷ്യരുമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധമാകാം, സമൂഹത്തിൽ നമുക്കുള്ള പരസ്പര കൂട്ടായ്മയാകാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ വേരുകൾ ഉണ്ടാകുകയുള്ളൂ. ഈ വേരുകളായിരിക്കും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നയിക്കുന്ന. മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പം മരങ്ങളുടെ കാര്യങ്ങളാണെങ്കിൽ അവയ്ക്കും ശക്തമായ വേരുകൾ എവിടെ വേണം? ഭൂമിയിൽ വേണം. എന്നാൽ മാത്രമേ അവയ്ക്ക് ആകാശത്തേക്ക് പടർന്ന് പന്തലിക്കാൻ സാധിക്കൂ. അപ്പൊ ഈ അമ്മയായ ഭൂമി എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. അപ്പോൾ പരസ്പര സ്നേഹവും വിശ്വാസവും കൂട്ടായ്മയുമാണ് ജീവിതത്തെ കൂടുതൽ ദൃഢമാക്കുന്നത്, ബലവത്താക്കുന്നത് എന്നൊരു സന്ദേശമാണ് ഈ കഥ നമുക്ക് തരുന്നത്. അടുത്ത പാഠഭാഗം നമുക്ക് തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്ലാവിലക്കഞ്ഞിയാണ്. അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഭാഗം നമുക്ക് ഉപയോഗിക്കാം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. കോരന്റെയും ചിരുതയുടെയും വിവാഹം നടന്ന ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. സത്യത്തിൽ സാധാരണക്കാരുടെ കഥകൾ വരച്ചു കാട്ടിയ ഒരു നോവലിസ്റ്റാണ് തകഴി ശിവശങ്കരപ്പിള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ കൃതികളിൽ വളരെ പ്രസിദ്ധമായതാണ് രണ്ടിടങ്ങഴി. അപ്പൊ ഇതിലെ കഥ നടക്കുന്നത് കുട്ടനാടിന്റെ ഹൃദയഭൂമിയായ തകഴിയിൽ തന്നെയാണ്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ആ ഒരു പാഠത്തിലെ പ്രധാന അംശമായി വരുന്നത് കോരൻ ചിരുത, പ്രധാന കഥാപാത്രങ്ങൾ കോരനും ചിരുതയും കോരന്റെ പിതാവുമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്വന്തം വിശപ്പ്, അതായത് സ്നേഹം കൊണ്ട്, സ്നേഹബന്ധമാണ് അതിലെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് നടത്തുന്നത്. അപ്പോൾ തങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ ഊട്ടാനുള്ള അവരുടെ ആ ഒരു മനോഭാവം. അപ്പോൾ അത് കോരനും ചിരുതയും തമ്മിലുണ്ട്, അപ്പനും മകനും തമ്മിലുണ്ട്, അപ്പനും മരുമകളും തമ്മിൽ ആ ഒരു സ്നേഹബന്ധം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ അക്ഷന്തവ്യമായ അപരാധമായിട്ട് കോരൻ കണക്കാക്കുന്ന എന്താണ്? വിവാഹ ദിവസം ഉണ്ടായ ചില തർക്കങ്ങളുടെ പേരിൽ താൻ ഭാര്യയുമായി അന്യനാട്ടിലേക്ക് പോയതാണ് അക്ഷന്തവ്യമായ അപരാധം, അതായത് പൊറുക്കാനാകാത്ത അപരാധമായിട്ട് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ജന്മി കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്നതാണ്. പുഷ്പവേലിൽ ഔസേപ്പിന്റെ ഒരിടത്തിലാണ് ഇവൻ പണിയെടുക്കുന്നത്. അപ്പൊ അവന് നെല്ല് കൂലിയായിട്ട് കിട്ടുന്നില്ല. നെല്ലാണെങ്കിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്നു. അപ്പൊ നെല്ലിന് നല്ല രൂപ കൊടുക്കണം. അത് അവന്റെ കയ്യിലില്ല. പക്ഷെ ഇതിനെതിരെ പ്രതിഷേധിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ് കോരൻ. പക്ഷേ പ്രതിഷേധിക്കുകയാണെങ്കിൽ അവന്റെ ഒപ്പമുള്ളവർ പോലും അവനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നെല്ല് വെളിയിൽ കാണിക്കത്തില്ല. അപ്പോൾ അത് ആണ് അവിടുത്തെ ഒരു പ്രശ്നം. പ്രതിഷേധം അവൻ കാണുന്നുള്ള രാത്രിയിൽ കൈനകരി മുഴുവൻ രാത്രിയിൽ ഊന്നി നടക്കുന്നത് വള്ളം തുഴയുന്നതിനാണ് ഊന്നി നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ നടക്കുന്ന രാത്രിയുടെ മറവിലെ വൻ വ്യാപാരങ്ങൾ കണ്ടു. അപ്പോൾ ഒരു വലിയ കൃഷിക്കാരൻ്റെ വീട്ടിൽ നിന്ന് മുൻവശം കടവിൽ കപ്പൽ പോലുള്ള വള്ളങ്ങൾ കിടക്കുന്ന ആ വലിയ വീട്ടിൽ നിന്ന് ചാക്കുകൾ നിറച്ചാണ് നെല്ല് കൊണ്ടുപോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഔസേപ്പ് നെല്ല് കൂലിയായിട്ട് കൊടുക്കാത്തതെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ രാത്രിയിൽ നടക്കുന്ന വ്യാപാരത്തെ പരസ്യപ്പെടുത്തിയാൽ എന്ത്? പക്ഷെ അവന്റെ കൂട്ടുകാരെല്ലാം ജോലിക്ക് പോകാൻ ഒറ്റപ്പെടുകയും ചെയ്യും. എന്നിട്ടാണ് അവൻ രാത്രി പാതിരായ്ക്ക് ആണ് അവന്റെ പുരയിലെത്തുന്നത്. അന്ന് രാത്രി ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞു. അപ്പോൾ ഒരു കഷ്ണം കപ്പയും അല്പം ഒരു പ്ലാവിലെ കഞ്ഞിയും മാറ്റി വെക്കണം, എങ്കിലും കുടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞപ്പോൾ
അവൻ പറയുന്നത് എന്താണ്, അവന് വയറ്റിൽ ഒരു കമ്പിത മതി. അപ്പം കമ്പിതം വിറയിലെന്നും വേദന എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ എന്താണ്, ഇവർ കഞ്ഞി കുടിക്കുന്ന ഭാവം. അപ്പോൾ ഇവർ തമ്മിൽ ഇവർ എടി കള്ളി നീ ഇത് ഒളിച്ചു വെച്ചിരുന്നു, അതായത് കുറച്ച് അവളുടെ അടുത്ത് മാറ്റി വെച്ചിരുന്നു അടുത്ത ദിവസത്തേക്ക് വേണ്ടി. നാളെ ഉച്ച തിരിഞ്ഞല്ലേ കോരന് കഞ്ഞി കിട്ടുന്നുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ആ ഒരു സ്നേഹബന്ധം, അതായത് അന്യോന്യം കരുതാനുള്ള ഒരു മനസ്ഥിതി അവരിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അന്ന് അവൻ അതിന്റെ അടുത്ത ദിവസം കുടിലെത്തുമ്പോൾ കുടിയിൽ നിന്നൊരു സംസാരം കേൾക്കുക. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത് അത് തൻ്റെ അപ്പനാണ്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് അയാൾ ചിരിതയായിട്ട് സംസാരിക്കുകയാണ്. ചിരിതയെ മോളെ എന്ന് വിളിക്കുന്നത് കേട്ടോണ്ടാണ് അയാൾ വരുന്നത്. ആ കാഴ്ചയാണ് അവന്റെ കണ്ണിനെ തണുപ്പിക്കുന്ന കാഴ്ച. എന്താണ് കണ്ണ് തണുപ്പിക്കുക? മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ച. ആ വൃദ്ധനെ കുറിച്ച് ഇനി പറയുന്നുണ്ട്. ഇനി അധികം നാളൊന്നുമില്ല. അരിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചിട്ട് അധികം നാളായി, 10 ദിവസം 10ആയി. അപ്പൊ അന്ന് ഈ മകൻ അപ്പനെ നോക്കണം. ആനയുടെ കരുത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കരുത്തില്ല. അപരാധ ബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. അപരാധം ചെയ്തു എന്നുള്ള ബോധം. വൃദ്ധനെ താഴിയിൽ തനിച്ചാക്കിയിട്ട് ആ പെണ്ണുമായിട്ട് തൻ്റെ പെണ്ണുമായിട്ട് താൻ സുഖം തേടി മറുനാട്ടിലേക്ക് പോകുന്നത്. അപ്പൊ ഇനി ആ വൃദ്ധനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടല്ലോ. ആണ്ടോടാണ്ട് 16 ആണ്ടോട് പ്ലസ് ആണ്ട് 10,000 പറ നിലം കൃഷി ഉണ്ടായിരുന്ന ഒരു കൃഷിക്കാരന്റെ വേലക്കാരനായിരുന്നു. എത്ര കോടി ഉദരങ്ങളാണ് ഇയാള് ഈ 62 വയസ്സിനിടയിൽ എന്തുമാത്രം കൃഷി ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു ജീവനാണ് ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ ഇവിടെ വരിച്ചു കഴിയുന്നത്. ഈ ഒരു പാഠത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. അതുപോലെ ചിരിത, കൃതകൃത്യ എന്നൊരു വാക്ക് ഇതിനകത്തുണ്ട്. സംതൃപ്തയ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇങ്ങനെയുള്ള വാക്കുകൾ കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ പാഠഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന ഒരു പാഠഭാഗമാണ്. നമുക്ക് തൊട്ടടുത്ത പാഠം ഓരോ വിളിയും കാത്താണ്. അതിൻ്റെ ഇൻട്രഡക്ഷൻ പ്രസിദ്ധ കഥാകാരൻ UK കുമാരൻ്റെ ശ്രദ്ധേയമായ കഥയാണ് ഓരോ വിളിയും കാത്ത്. അപ്പോൾ കുടുംബത്തിലെ എല്ലാമായിരുന്ന അച്ഛൻ മരണപ്പെട്ടു പോയപ്പോൾ ഒറ്റയ്ക്കായിപ്പോയ ഒരു അമ്മയുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളാണ് ഈ കഥയുടെ പ്രധാന പ്രമേയം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെത്തുന്നത് ഈ കഥ നടക്കുന്ന സ്ഥലത്ത് നമ്മൾ കാണുന്ന ഒരു വ്യക്തി, കഥയിൽ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തി അച്ഛനാണ്. അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകൾ: അച്ഛൻ കിടപ്പിലായിരുന്നപ്പോഴും വീട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു. കിടക്കുന്നിടത്തുനിന്ന് അച്ഛൻ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അമ്മ മറുപടി നൽകും, നിർദ്ദേശങ്ങൾ അനുസരിക്കും. ചിലപ്പോൾ ചോദ്യവും നിർദ്ദേശവും അസഖ്യമാകുമ്പോഴാണ് അമ്മ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അമ്മ മുറിക്കകത്ത് നിൽക്കുമ്പോഴോ പറമ്പിന്റെ മൂലയിൽ നിൽക്കുമ്പോഴായിരിക്കും വിളിക്കുക. അതേ നിമിഷത്തിൽ മറുപടി കിട്ടിയില്ലെങ്കിൽ അച്ഛൻ കോപം കൊണ്ട് വിറയ്ക്കും. അപ്പൊ കിടന്നിപ്പിലായിരുന്നപ്പോഴും വീട്ടിലെ പ്രധാനിയായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ. അദ്ദേഹം അവിടെ കിടന്ന് പറയുന്നത് ആദ്യമൊക്കെ മനസ്സിന്റെ ക്ലാവ് പിടിച്ച കണ്ണാടിയിലൂടെയാണ് കണ്ട് പറയുന്നതെന്ന് കരുതി. പക്ഷെ അതല്ല, അദ്ദേഹം പറയുന്നതല്ല, ശരിയായിരുന്നു. ഇനി അദ്ദേഹത്തിനോട് ബന്ധമുള്ളവരുണ്ടായിരുന്നു. മൂപ്പർ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അച്ഛനോട് ഒന്നിച്ച് കുറെ നാൾ കച്ചവടം നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, അയാളാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ മൂപ്പർ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ മൂപ്പര് പോയി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ അവിടെ കിടപ്പായിരുന്നെങ്കിൽ പോലും മറ്റുള്ളവരുമായി സാമൂഹികമായ ഒരു ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ അമ്മയെക്കുറിച്ച് നമുക്ക് അറിയുമ്പോൾ അച്ഛൻ ഇല്ലാത്തൊരവസ്ഥയിൽ അമ്മ കൂടുതൽ വാർദ്ധക്യത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു എന്ന് മകന് തോന്നുന്നു. അപ്പൊ അച്ഛനുള്ളപ്പോൾ കണ്ണിന് കാഴ്ച കുറവാണെങ്കിലും മുട്ടിന് വേദനയാണെങ്കിലും അച്ഛൻ്റെ ഓരോ വിളികൾക്കും പിന്നാലെ ഓടുമ്പോൾ അമ്മ ചെറുപ്പമാവുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ആരും വിളിക്കാനില്ലാത്ത, ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ അമ്മ കൂടുതൽ ഏകാന്തതയുടെ തുരുത്തിലേക്ക് പോകുന്നു എന്നാണ് മകന് മനസ്സിലാകുന്നത്. പിന്നെ അച്ഛൻ കിടപ്പിലായിരുന്നപ്പോൾ പോലും അച്ഛൻ്റെ സാന്നിധ്യം വീടിന് ഒരു അലങ്കാരമായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു വീടാവുന്നില്ല. ഇപ്പം അച്ഛനില്ലാത്തതുകൊണ്ട് ചുമരും വാതിലും ഒക്കെ ഉണ്ടെങ്കിലും വീടാകുന്നില്ല. അപ്പൊ ഇവിടെ താൻ തനിച്ചല്ല എന്ന് തോന്നൽ അമ്മയ്ക്കുണ്ടാവാൻ കാരണം എന്താണ്? താൻ പോയി കഴിഞ്ഞാൽ ഈ വീടും പറമ്പും ഒക്കെ അനാഥമാവും. അത് മാത്രമല്ല, മരിച്ചിട്ടും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉള്ളതായിട്ട് അമ്മയ്ക്ക് തോന്നുന്നു. അവരുടെ ആഴത്തിലുള്ള സ്നേഹബന്ധത്തിന്റെ ദൃഢതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കിടപ്പിലായിരുന്നപ്പോലും അച്ഛൻ കന്നിപ്പാടത്ത് വേലിയേറ്റം കമുകിൻ തോട്ടങ്ങളുടെ രാത്രി പറന്നു പോകുന്നുണ്ട് വവ്വാലുകൾ എന്ന് അച്ഛൻ പറയുമായിരുന്നു. അതുപോലെ കുളത്തിന്റെ കിഴക്കേ ഭാഗത്ത് കവുകിൽ അടയ്ക്ക പഴുത്തിരിക്കുന്നു, കുന്നിൻ പുറത്ത് തെങ്ങിൽ തേങ്ങ വരണ്ടിരിക്കുന്നു, കന്നി നെല്ലിന് വേലി കെട്ടാൻ സമയമായി എന്നൊക്കെ അദ്ദേഹം പറയുമായിരുന്നു. അപ്പൊ കന്നിയിലെ നെല്ല് ഇങ്ങനെയുള്ള വാക്കുകൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ മകൻ അമ്മയെ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അമ്മ ആദ്യം അതിന് തയ്യാറെടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, ഈ നല്ല വെള്ളവും ഇല്ല, നിലാവും ഇല്ല, കൂമൻ്റെ ഒച്ചയില്ല, പിന്നെ എന്താ ആടെ ഉള്ളത് എന്നമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രാമവും നഗരവും തമ്മിലുള്ള താരതമ്യപ്പെടുത്തലുകൂടെയായിട്ട് നമുക്ക് കണക്കാക്കാം. ഉച്ചയ്ക്ക് കണാരം വരുമ്പോൾ താക്കോൽ അവന്റെ കയ്യിൽ കൊടുക്കാം, പിറ്റെന്ന് തിരിക്കാം എന്ന് പറഞ്ഞിരുന്ന അമ്മ
യാത്രയാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ കഥയുടെ അവസാന ഭാഗത്ത് കാണുന്നത്. അപ്പൊ അച്ഛന്റെ ഓരോ വിളിയും കാത്ത് അമ്മ ഇനിയും അവിടെ ഇരിക്കുകയാണ്. അച്ഛൻ വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ല എന്ന് വെച്ചാൽ എന്താണാവുക എന്ന് പറഞ്ഞാണ് അമ്മ അവിടെ ആ കഥ അവിടെ അവസാനിക്കുന്നത്. അപ്പൊ ഇതിൽ ചില പദച്ചേരുവകളുണ്ട്. നെല്ലിൻ കുല, നെല്ലിന്റെ കുല, കാൽമുട്ട്, കാലിന്റെ മുട്ട്, കാലിലെ മുട്ട്, 4 ഇല, 4 ഇല, മരക്കൊമ്പ്, മരത്തിന്റെ കൊമ്പ്, ഇങ്ങനെയുള്ള ചില പദച്ചേരുവകൾ വിഗ്രഹിക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപരാധബോധം, അപരാധം ചെയ്തു എന്ന ബോധം, തീവണ്ടി, തീ കൊണ്ട് ഓടുന്ന വണ്ടി, ഇങ്ങനെയുള്ള ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പാഠം അമ്മത്തൊട്ടിലാണ്. അപ്പോൾ മലയാള കവിയും മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദിന്റെ കവിതയാണ് അമ്മത്തൊട്ടിൽ. അപ്പൊ ആധുനിക കാലത്ത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്ന വാർദ്ധക്യത്തിന്റെ നൊമ്പരങ്ങളാണ് ഈ അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനായി അമ്മമാരെ ഇടം തേടുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ വാർദ്ധക്യത്തിലെത്തിയ അവശയായ ഓർമ്മ ഇല്ലാത്ത അമ്മയെ കൊണ്ടുകളയാൻ ഒരിടം തേടുന്ന മകനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവൻ ഇരുത്താൻ ശ്രമിച്ചിട്ട് അമ്മ ഓരം ചരിഞ്ഞ് മടങ്ങിയാണ് ഇരിക്കുന്നത്. അമ്മയുടെ നീരറ്റു, ആ വാക്ക് ശ്രദ്ധിക്കണം, നീരറ്റു വരണ്ട കൈച്ചുള്ളികൾ, കൈയാകുന്ന ചുള്ളികൾ നീരറ്റതാണ്, ജലാംശമില്ലാത്തത്. നീരാതെ എന്ന് പറഞ്ഞാൽ നിവരാതെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ അമ്മയുടെ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണ, വെള്ളപ്പാത്രം കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ മങ്ങിപ്പഴകും, അതിന് പിഞ്ഞാണ വർണ്ണമാവും. അപ്പോൾ അതിന് കാരണം എന്താണ്? അമ്മയുടെ രോഗം, അമ്മയുടെ അവശത, ദൈന്യത ഒക്കെ ഇതിൻ്റെ കാരണങ്ങളാവും. ഇനി കൊണ്ട് കളയാൻ ശ്രമിക്കുകയാണ് അമ്മയെ. ആദ്യമായിട്ട് എത്തുന്നത് ആകാശ ഗോപുരങ്ങൾക്ക് താഴെ വിജനമായി തെരുവീഥികൾ, ആകാശമാകുന്ന ഗോപുരം എന്നാണ് എൻ്റെ വിഗ്രഹരൂപം. അപ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുന്ന തെരുവീഥികളുടെ അടുത്ത് അവിടെ ഒരു പെരുമാളുണ്ട്. പെരുമാൾ എന്ന് പറയുന്നത് വലിയ ഷോപ്പിംഗ് മാളാണ്. ഇപ്പെരുമാൾ എന്ന് പറയുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് സംസ്കാരത്തെ ഈശ്വരനായി കരുതുന്ന നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ഒരു ഷോപ്പിംഗ് മാളിൻ്റെ അടുത്ത് ഇറക്കിയാൽ എന്തെന്ന് വിചാരിക്കുമ്പോൾ അവിടുന്ന് പെറ്റുകിടക്കുന്ന തെരുവ് പട്ടി, മൃഗങ്ങൾ പോലും തങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഇനി ജില്ലാശുപത്രിയുടെ അരികിൽ ഒരു രാക്കടയുണ്ട്, അവിടെ ഇറക്കാൻ ശ്രമിച്ചു. അവിടെ 2-3 ആളുണ്ടെങ്കിലും ഒഴിവ് കനത്ത ഒരു ഇരുൾ ഇടം അവിടെ ഉണ്ട്. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞു. പണ്ട് പനിച്ചതും അമ്മ പടികളിൽ കയറി ഓടിയതും ഇവന് ഇഞ്ചക്ഷൻ കൊടുത്തതും ആ സൂചിപ്രയോഗത്തിന്റെ നീറ്റൽ മനസ്സിലൂടെ കടന്നു പോയപ്പോൾ അവിടെയും ഇറക്കിയില്ല അമ്മയെ. പിന്നെയും മുന്നോട്ട് പോയി. അപ്പോഴാണ് കുട്ടി ഏകാന്തത, കണ്ണുപൊത്തി കളിക്കുന്ന സ്ഥലം, കുട്ടികളുള്ളപ്പോൾ മാത്രം ശബ്ദമുള്ള സ്ഥലമാണ് വിദ്യാലയം. അപ്പൊ അവിടെ ചെന്നപ്പോഴും കളയാൻ പറ്റിയില്ല. കാരണം പൊട്ടിക്കരഞ്ഞും കുതിരയൊക്കെയാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് അമ്മ നേരെ മുന്നിലെ പാതി മതിലിന്റെ അവിടെ നിന്ന് ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുക. ആ ചിന്ത വന്നപ്പോൾ അവിടെ ഇറക്കാതെ മുന്നോട്ട് പോയി. അപ്പൊ ആരോ പിച്ചതായിട്ട് തോന്നി, അങ്ങനെയാണ് വാഹനം മുമ്പോട്ട് പോയത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ കൊണ്ടിറക്കുമെന്ന് ആലോചിച്ചപ്പോൾ കരിന്തിരി ആളും വരെ ബുദ്ധി, കരിന്തിരി ആളുക എന്ന് പറഞ്ഞാൽ കറുത്ത തിരി കത്തുക, എണ്ണയില്ലാതെ തിരി കത്തുക. അപ്പൊ ഇവിടെ അമ്മ ഓർമ്മ നഷ്ടപ്പെടുന്നത് വരെ പറയുമായിരുന്നു അമ്പലത്തിൽ പോകണമെന്ന്. പക്ഷെ ഇയാൾ കൊണ്ടുപോയിട്ടില്ല. ആ സ്ഥലത്ത് അമ്പലം ഈ രാത്രിയാകുമ്പോൾ വിജനമാവും. അവിടെ കൊണ്ടുപോയി ഇറക്കാന്ന് വിചാരിച്ചപ്പോൾ ഈശ്വരൻ അശാന്തനായി പുറത്തേക്ക് നിൽക്കുന്നു. ഇനിയാണ് കുറെ ഗന്ധങ്ങൾ. അപ്പം വിചാരിച്ചു ഇനിയിപ്പോ വേണ്ട, ഒരിടത്ത് ഉപേക്ഷിക്കണ്ട, കൊള്ളരുതാത്തവനെന്ന് ഭാര്യ പറയും. അങ്ങനെ പണിപ്പെട്ട് ആ ചില്ല് ഉയർത്തുമ്പോഴാണ് അമ്മ വയറ്റത്ത് പറ്റിക്കിടന്ന ചൂട്, അമ്മയുടെ മുടിയിലെ കാച്ചെണ്ണയുടെ ഗന്ധം, അമ്മ രാവിലെ ഓലക്കുടികൾ കത്തിച്ച് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ഓർമ്മ വരുന്നത്. പക്ഷെ മെല്ലെ തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിലെ സീറ്റിൽ അമ്മ മയങ്ങിക്കിടക്കുന്നു. കണ്ണുകൾ നിർദ്ദയം തുറന്നു വെച്ചിരിക്കുന്നു. നിർദ്ദയം ദയ കൂടാതെ തുറന്നു വെച്ചിരിക്കുന്നു. അതായത് മകനെ കണ്ട് കൊതി തീരാത്തത് കൊണ്ടാവാം ആ കണ്ണുകൾ അങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു. നിരന്തരമായി അപ്പം മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണം നിരന്തരമായി ഉപയോഗിക്കുന്നുണ്ട്, പഴകിപ്പോയി. കണ്ണിന്റെ തെളിച്ചം നഷ്ടപ്പെട്ടു, രോഗാവസ്ഥ ഇതൊക്കെ സൂചിപ്പിക്കുന്നു. പിന്നെ പെറ്റുകിടക്കുന്ന തെരുവ് പട്ടിക്ക് പോലും കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഉള്ള ഒരു വ്യഗ്രതയുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലെ അമ്മയും അച്ഛനെയും കൊണ്ട് കളയാൻ യാതൊരു മടിയും ഇല്ല. തെരുവിലേക്ക് വലിച്ചെറിയുന്ന ആ ഒരു അവസ്ഥ. പിന്നെ അമ്പലത്തിൽ, അതായത് കരിന്തിരി ആളുക എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കണം. അവസാനം വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞ് മയങ്ങി കിടക്കുന്നു. അപ്പൊ ഇവിടെ എല്ലാ പരിമിതികളും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ പാഠത്തിൽ എന്താ വേണ്ടത്? അമ്മ ഒറ്റയ്ക്കായി പോകുന്ന വിചാരിച്ച് അമ്മയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മകൻ. ഇവിടെ നമ്മൾ കാണുന്നത് അമ്മയെ കൊണ്ട് കളയാൻ ശ്രമിക്കുന്ന മകൻ. അപ്പൊ ഇവര് തമ്മിലുള്ള ആ ഒരു, നമ്മൾ ആദ്യത്തെ പാഠത്തിൽ അല്ലെങ്കിൽ രാവിലെ കഞ്ഞിയിലാണെങ്കിൽ അച്ഛൻ ആഹാരം കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മകൻ. അപ്പൊ ഇങ്ങനെയുള്ള പാഠങ്ങളിലൂടെ വാർദ്ധക്യകാലത്തിന് സംരക്ഷണമേകുന്നവരാണോ ഇന്നത്തെ തലമുറ എന്നൊരു ചോദ്യവും, അതിൻ്റെ എഡിറ്റോറിയൽ ആവാം, എസ്സേ ആവാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള
നമ്മുടെ പ്രസംഗമാവാം. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഈ ഒരു യൂണിറ്റ് വൈസായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് യൂണിറ്റിലെ കൃതികൾ എഴുതിയവരെ കുറിച്ച് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള വായിക്കണം. ഇതിന്റെ വൺ വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുള്ളത് നിങ്ങളൊന്ന് വായിക്കണം. രണ്ടാമത്തത് നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന യൂണിറ്റ് ആണ്. അപ്പൊ അതില് കൊടുത്തിരിക്കുന്നത് പുറനാനൂറ് എന്ന സംഘകാല കൃതി ഔവയാറിന്റെ പുറനാനൂറാണ്. അപ്പോൾ അതിന്റെ ഒരു ആശയവും കൂടെ പറയാം. നല്ല മനുഷ്യർ പാർക്കുന്ന സ്ഥലം നന്നായി വരും. അത് കാടായാലും നാടായാലും കുന്നായാലും കുഴിയായാലും അവിടെ പാർക്കുന്ന മനുഷ്യരുടെ ഗുണമാണ് ഭൂമിയുടെ നന്മ നിശ്ചയിക്കുന്നത്. അപ്പൊ ഇതാണ് ആ സൂക്തത്തിന്റെ പൊരുൾ. അപ്പൊ ഇവിടെ ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്നത് ലളിതോപന്യാസം. AP ഉദയഭാനുവിന്റെ ലളിതോപന്യാസമാണ് കൊച്ചു ചക്കരച്ചി. അപ്പൊ ഇദ്ദേഹത്തിന്റെ രസകരമായ ഓർമ്മകളുമായിട്ടാണ് ഇദ്ദേഹം ഈ ഒരു പാഠഭാഗം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് കൊച്ചു ചക്കര മാവ് തന്നെയാണ്. വൃക്ഷങ്ങൾ പലതുണ്ടെങ്കിലും വൃക്ഷങ്ങളിൽ വെച്ച് വൃക്ഷമായത് മാവ് തന്നെയാണ് എന്നുള്ളതിലാണ് ഇതിന്റെ ആരംഭം. അപ്പൊ ഇവിടെ അദ്ദേഹം തന്റെ നാട്ടിലെ ചില അല്ലെങ്കിൽ കൊച്ചു ചക്കരച്ചി ഉദയഭാനുവിന്റെ തറവാട്ട് വീട്ടിലുണ്ടായിരുന്ന നാട്ടുമാവുകളിലൊന്നായ കൊച്ചു ചക്കരച്ചിയുടെ പ്രത്യേകതകളും അവിടുത്തെ ആ മാവുമായി ബന്ധപ്പെട്ട കളികളും ഒക്കെയാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പം മാവ് പൂക്കുന്നത് തന്നെ നാട്ടിൻപുറത്ത് ഒരു ഉത്സവമാണ്. മാമ്പൂവിന്റെ ഒരു നല്ല പരിമളമുണ്ട്. ഉണ്ണിമാങ്ങ മുതലേ കണ്ണിമാങ്ങ മുതലേ അത് ഭക്ഷ്യവസ്തുവാണ്. പിന്നെ മാവിന്റെ ചുവട്ടിലാണ് എല്ലാവരും ഒത്തുചേരുന്നത്. പിന്നെ എന്താണ് വരുന്നത്? കവികൾക്ക് പ്രിയപ്പെട്ട വൃക്ഷമാണ് മാവ്. അങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അതായത് എന്തുകൊണ്ടായിരിക്കും കവികളുടെ കവിതകൾ മനോഹരമായി മധുരമുള്ളതായി മാറിയത് എന്ന് പറയുന്നതിനുള്ള ഒരു കാരണം എന്താണ്? ഈ കവികളെല്ലാം മാവിൻ ചുവട്ടിലുള്ള നാട്ടു സമാജത്തിലെ ഏതെങ്കിലും കൊതിയ സമാജത്തിലെ അംഗങ്ങളായിരുന്നിരിക്കണം മലയാള കവികൾ. അതുകൊണ്ടായിരിക്കണം അവരുടെ കവിതകൾ ഇത്രയും മധുരമുള്ളതായി മാറിയത്. ഇനി ചില വൺവേർഡ് ചോദ്യങ്ങൾ ഇതിനകത്ത് വരാവുന്നത് സർവ്വവൃക്ഷങ്ങൾക്കും മീതെ എന്ന് ഭാവിച്ചു നിൽക്കുന്ന അശുദ്ധം അരയാല്, പിന്നെ ഘനസുഗന്ധിയായ സ്വർണ്ണപ്പൂക്കൾ വിരിച്ച് നിൽക്കുന്ന ചെമ്പകമരം, സ്വർണ്ണ നക്ഷത്രങ്ങൾ പൂക്കുന്ന ഇലഞ്ഞിമരം, വെള്ളി നക്ഷത്രങ്ങൾ ചൂടി നിൽക്കുന്ന പൊന്നശോകം. അല്ല, ഇതൊന്നുമല്ല. ഏറ്റവും കവിഭാവനെ ഉദ്ദീപ്തമാക്കിയിട്ടുള്ളത് ചൂതം. ആ ബഹുമതി മാവിന് തന്നെയാണ്. കാമദേവന്റെ ആയുധമാണ് ചൂതം, മാമ്പൂവ്. കാമദേവൻ ചൂതം സായകമാക്കിയവനാണ്, ചൂതസായകൻ. അപ്പോഴാണ് വൈലോപ്പിള്ളിയുടെ കവിതയായ മാമ്പഴത്തെക്കുറിച്ചും കൂടെ ഇവിടെ പരാമർശിക്കുന്നത്. ഇനി ആ ഭുവനവിദിതം എന്ന വാക്ക് ശ്രദ്ധിക്കണം. ലോകപ്രശസ്തമായ മാവിന്റെ വംശത്തിലാണ് ഞങ്ങളുടെ കൊച്ചു ചക്കരച്ചി പിറക്കുന്നത് എന്ന് പറയുന്നു. ഇതിന്റെ അമ്മയും കൊച്ചു ചക്കരച്ചിയുമായിട്ടുള്ള ബന്ധം കഥയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പൊ മാവ് മുറിക്കാൻ ശ്രമിക്കുമ്പോൾ അമ്മ തടയുന്നു. മാവ് ചതിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്നു. കാറ്റും മഴയുള്ളപ്പോൾ അമ്മ പൂമുഖത്ത് തന്നെ വന്നിരിക്കും. അമ്മയുടെ വിശ്വാസം പോലെ അവസാനം യാതൊരു തടസ്സവുമില്ലാതെ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെയാണ് ആ മാവ് വീഴുന്നത്. ഒരു അരുമത്തം നേടിക്കൊടുത്ത കഥ എന്തായിരുന്നു? പാട്ടത്തിലെ അപ്പൂപ്പൻ 60 കൊല്ലം മുമ്പ് കൊച്ചു ചക്കരച്ചിയെ വെട്ടിക്കളയാൻ ശ്രമിച്ചു. പക്ഷെ എല്ലാവരും കൂടെ അതിന് തടഞ്ഞു. ആ കഥയാണ് അവൾക്ക് ഒരു അരുമത്തം നേടിക്കൊടുത്തത്. പിന്നീട് തന്നെ തറവാട്ട് വീട്ടിൽ വെച്ച് പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ മാങ്ങ വിൽക്കാൻ അമ്മ ശ്രമിച്ചു. അപ്പോൾ മാങ്ങ വാങ്ങാൻ വന്നവരെ സ്വയം ചത്തും മാവിനെ രക്ഷിച്ചു പോന്ന നീറുകൾ ചാവേറ് പടയെ പോലെ അവരെ ആക്രമിച്ചതായിട്ട് പറയുന്നു. പിന്നെ യുദ്ധകാലമായപ്പോൾ മാവിൻ തടി കൊണ്ട് പെട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം പേര് വന്നു. അപ്പോഴും ആരും ഇതിനെ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിന്റെ ആ ഒരു ശരീരത്തിലുണ്ടായ ആ ഒരു ദ്വാരം അല്ലെ, ആ ഒരു മാവിന്റെ തടിയിലുണ്ടായ ദ്വാരമാണ് ഇത് വീട്ടിലേക്ക് വീഴുമെന്ന് വാദിച്ചു. അപ്പോഴൊക്കെ അമ്മ പറഞ്ഞു, ഇല്ല, കൊച്ചു ചക്കരച്ചി ചതിക്കില്ല. അപ്പൊ അതുപോലെ തന്നെ അതൊരു 10 വർഷം വീണ്ടും പിന്നിട്ടതിന് ശേഷം ഒരു 10 കൊല്ലം ആ ഒരു മാവ് വലിയൊരു ദേഹത്ത് വലിയൊരു തുളയുമായി അല്ലെങ്കിൽ വലിയൊരു ദൂരവുമായിട്ട് നിന്നിട്ടും അത് വീണില്ല. ഒരു ചെറിയ മഴക്കാലത്ത് ഒരു വിദഗ്ധനായ മരമുറിപ്പുകാരന് പോലും മുറിക്കാൻ പറ്റാത്ത രീതിയിൽ, മുറിച്ചാൽ വീടിന് ഉപദ്രവം വരാത്ത രീതിയിൽ മുറിക്കാൻ കഴിയില്ല. പക്ഷെ ഇവള് വീണപ്പോൾ എന്ത് ചെയ്ത് മതിലിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് തകർന്നത്. അപ്പൊ ഇതിന്റെ മാനുഷിക ഭാവങ്ങൾ, ഇതിന്റെ മുത്തശ്ശിയെ പോലെയാണ്, കുട്ടികളെ പോലെ അരുമത്തമുള്ളവളാണ്, നേരുള്ളവളാണ്, ചതിക്കാത്തവളാണ്, ശ്യാമളമായ നിബിഡമായ മുടിയുള്ളവളാണ് എന്നൊക്കെ പറയുന്നു. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ഓണമുറ്റത്ത് എന്ന പാഠമാണ്. മലയാള കവിതയിൽ എപ്പോഴും സംസ്കാരത്തിനും പ്രകൃതി സൗന്ദര്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകിയ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. അദ്ദേഹത്തിന്റെ വിട എന്ന കവിതാ സമാഹാരത്തിലേതാണ് ഓണമുറ്റത്ത് എന്നുള്ള കവിത.
അപ്പൊ ഇവിടെ മലയാള ഗ്രാമീണതയില് മലനാടിനെ ഓണം എങ്ങനെയെല്ലാം അണിയിച്ചൊരുക്കുന്നു, പ്രകൃതിയോട് ചേർന്ന് എങ്ങനെ മാവേലി മന്നനെ വരവേൽക്കാം എന്നൊക്കെയാണ് കവി വർണ്ണിക്കുന്നത്. അവിടെ ആരൊക്കെയാണ് അദ്ദേഹത്തെ മാവേലി മന്നനെ സ്വീകരിക്കുന്നത്? തുമ്പകൾ, മുക്കുറ്റികൾ, നെയ്യാമ്പലുകൾ, രാത്രി, ചെറുകന്യകൾ, ഉഷസ്. അപ്പൊ ഇവിടെ തുമ്പ എന്ത് ചെയ്യുന്നു? മഴ കൊണ്ടിട്ട് മലരിന്റെ കൂടെ നിറച്ചു നിൽക്കുന്നു. തിരികൾ തെറുത്ത് കൊളുത്താനുള്ള മുഹൂർത്തം കാത്താണ് മുക്കുറ്റിപ്പൂക്കൾ നിൽക്കുന്നത്. വയലേലകൾ തോറും വെള്ളിത്താനം എടുത്തതുപോലെ ഇങ്ങനെ നിൽക്കുകയാണ് നെയ്യാമ്പലുകൾ. കമുകിൻ പൂവരി തൂകിയ പോലുള്ള നിലാവിലാണ് ഈ ആര് വരുന്നത്? മാവേലി മന്നൻ വരുന്നത്. അപ്പൊ അതിഥിയെ സ്വീകരിക്കാൻ ചങ്ങല വട്ടയം എടുത്തുകൊണ്ട് പ്രഭാത കന്യക വരുന്നു. അവളുടെ കവളൊക്കെ നല്ല ചുവന്ന് തൊടുത്ത കവളുകളാണ്. നാണം കൊണ്ട് പരിങ്ങി ഒതുങ്ങിയാണ് അവള് വരുന്നത്. അപ്പൊ അത് ഉഷസ്സിനെ കുറിച്ചുള്ള വർണ്ണനയാണ്. ഇനി തന്നെ കളിയാക്കുന്നവരോട്, താൻ പഴമക്കാരനാണെന്ന് കളിയാക്കുന്നവരോട് അദ്ദേഹം പറയുന്നു, ഞാൻ പഴമയുടെ മേന്മയിൽ അഭിമാനിക്കുന്നവനാണ്, പുള്ളുവനാണ്, പാരമ്പര്യത്തിന്റെ നന്മ തന്നിലുണ്ട്. അപ്പോ ഇപ്പോഴത്തെ പരിഷ്കാരത്തിന് തിണ്ണയിലുള്ളവർ എന്നെ കളിയാക്കിയേക്കും, പക്ഷെ എനിക്കത് യാതൊന്നും തന്നെ എനിക്കത് ബാധിക്കുന്നില്ല. കാരണം ഈ മലയാള തറവാട്ടിന്റെ അങ്കണത്തിൽ ഇരിക്കുന്ന ഓണത്തപ്പൻ എന്ന സംസ്കാരം, ആ ഒരു സംസ്കൃതി എൻ്റെ അഭിമാനം തന്നെയാണെന്ന് കവി പറയും. തുണരുന്ന ആളാണെന്നും തിരുവോണപ്പാട്ടുകളാണ് എൻ്റെ പാട്ടുകളെന്ന് അദ്ദേഹം പറയുന്നു. കവിയുടെ കയ്യിലിരിക്കുന്ന വീണപ്പെണ്ണെന്ന് പറയുന്ന കവിയുടെ കവിത്വ ശക്തിയാണ്. അപ്പോൾ താൻ പഴയൊരു പുള്ളുവനാണ്, താൻ പായും കുടയും ഒക്കെ നെയ്യും കൈവേലകളെ കുറിച്ച് പറയുന്നു. പിന്നെ താൻ എഴുതുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ്. സാധാരണക്കാരായ കറ്റമെതിക്കുന്ന ഗ്രാമീണ പെൺകുടിമാരുടെ കരളുകൾക്ക് തുള്ളാനാണ് താൻ കവിതകൾ എഴുതുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ എന്ന് ഇവിടെ കവി ഉദ്ദേശിക്കുന്ന ആരെയാണ്? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയാണ്. അപ്പൊ ഈ ഒരു മലയാള ദേശം ഓണത്തെ സ്വീകരിക്കാൻ എങ്ങനെയാണ് കാത്തു നിൽക്കുന്നത് എന്നൊക്കെയുള്ളത് ആദ്യ ഭാഗത്തുണ്ട്. പ്രഭാത വർണ്ണന ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ തൊട്ടടുത്ത പാഠം കോഴിയും കിഴവി എന്നുള്ള കഥയാണ്. മലയാള ചെറുകഥാ ലോകത്ത് സ്വന്തം ജീവിതാനുഭവങ്ങളും സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും കൊണ്ട് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയ കഥാകാരനാണ് കായൂർ നീലകണ്ഠപിള്ള. ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിത വിശുദ്ധിയിലും നന്മയിലുമാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു പാഠത്തിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് മത്തായിയും മർക്കോസുമാണ്. അതിലെ മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രം ഇതിനകത്ത് നാട്ടിൻപുറത്തെ നന്മയുടെ ഒരു ചിത്രീകരണമായിട്ട് നമുക്ക് കാണാം. അപ്പൊ മാർക്കോസും മത്തായിയുടെ അമ്മ മാർക്കോസിന്റെ വീട്ടില് ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ മാർക്കോസിന്റെ അപ്പൻ ഒരു ചെറിയ പുര വെച്ച് കെട്ടാനുള്ള സ്ഥലം കൊടുത്തു. അവിടെ നിന്ന് ഈ മത്തായിയുടെ അമ്മ ചെയ്ത ചെറിയ കച്ചവടങ്ങളിലൂടെയാണ് അവർ പണം നേടുന്നത്. എന്നാൽ മാർക്കോസിന്റെ വീട്ടിലാണെങ്കിൽ ധാരാളം പണമുണ്ട്. പക്ഷേ 7 സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞതോടുകൂടി അവിടെ പണം നഷ്ടപ്പെട്ടു. അവർക്ക് പണം കൊടുക്കാൻ അത്യാവശ്യമായിട്ട് വരുമ്പോൾ മത്തായിയുടെ അടുക്കിലേക്കാണ് അവർ പോകുന്നത്. അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ആയിപ്പോയി മർക്കോസിന്റെ ധനാവസ്ഥ. താഴ്ന്ന മുകളിലോട്ട് വളരുകയായിരുന്നു മത്തായി. പക്ഷെ അവന്റെ ആ നന്ദിയില്ലായ്മയാണ് അവന്റെ അമ്മയ്ക്ക് സഹിക്കുന്നത്. അപ്പൊ സ്വന്തം മകനാണെങ്കിൽ പോലും നന്ദികേട് കാണിച്ചപ്പോൾ ആ അമ്മ അതിനെതിരെ പ്രതികരിക്കുന്നു. അപ്പൊ നാട്ടിൻപുറത്തെ വിശുദ്ധിയുടെ പ്രതീകമാണ് അതിലെ അമ്മ. ഇതിലെ മർക്കോസിന്റെയും മത്തായിയുടെയും കഥാപാത്ര നിരൂപണം, വൃദ്ധയുടെ കഥാപാത്ര നിരൂപണം ശ്രദ്ധിക്കുക. പഴയ സമയത്തൊക്കെ എന്തുമാത്രം സഹായങ്ങളാണ് മറ്റുള്ള മനുഷ്യർ എല്ലാവർക്കുമായിട്ട് നൽകിയത്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ ആ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനും. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, ഇവിടെ ഒരു കയ്യാല കൊണ്ട് വേർതിരിക്കപ്പെട്ട പറമ്പ്. അപ്പോൾ നമ്മൾ പണ്ട് മതിലുകളില്ലാത്ത വീടുകളായിരുന്നു നമ്മൾ. മതിലുകൾ വന്നപ്പോഴാണ് സ്വാർത്ഥത മനുഷ്യരിൽ കൂടുതലുണ്ടായത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠം കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ലേഖനമാണ്. ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ലേഖനത്തിലെ സന്ദേശങ്ങളാണ് ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പൊ ഗുരുദേവന്റെ ചിന്തകൾ ആണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാന നായകന്മാരിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ സൂക്തങ്ങൾ സാർവലൗകികത്വം ഉള്ളതാണ്. അതായത് എല്ലായിടത്തും ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ജ്ഞാനസിദ്ധനായിരുന്നു, അതേസമയം കർമ്മസിദ്ധനായിരുന്നു. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു പ്രത്യേകത, മനുഷ്യജാതി എന്ന വിശ്വവിശാലമായ ആശയം അദ്ദേഹം അവതരിപ്പിച്ചു. എല്ലാ മതനദികളും ഒന്നിച്ചു ചേരുന്നതാണ് ദൈവം എന്ന മഹാസമുദ്രം എന്ന അവബോധം അദ്ദേഹം പകർന്നു. അപ്പൊ ആശ്രമവും തപസ്സുമായിട്ട് മാത്രം മാറി ജീവിക്കില്ല. തനിക്ക് ലഭിച്ച കഴിവുകൾ കൊണ്ട് അത് സമൂഹത്തിന് പുനരുദ്ധാരണം വരുത്തണം എന്ന് വിചാരിച്ച വ്യക്തിയാണ് അദ്ദേഹം. വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സമുദായത്തിലുള്ള അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി എല്ലായിടവും സഞ്ചരിച്ച് തൻ്റെ ഉപദേശങ്ങൾ എല്ലാവർക്കും നൽകി. അന്ധവിശ്വാസങ്ങളെ നിരുത്സാഹപ്പെടുത്തി ധൂർത്തിനെതിരെ അദ്ദേഹം ലാളിത്യത്തിന്റെ മുദ്രാവാക്യം നൽകി. അപ്പൊ വിദ്യയും വ്യവസായവുമാണ് വളരേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു.
മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു മതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് തുടങ്ങിയ ആപ്തവാക്യങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചു. അപ്പൊ മറ്റുള്ള സന്യാസിമാർ അവർക്ക് ലഭിച്ച സിദ്ധികളെല്ലാം എന്ത് ചെയ്തു, വ്യക്തിമഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹം തനിക്ക് ലഭിച്ച സിദ്ധികൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഉപയോഗിച്ചു. ജീവിതത്തിൽ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ, അന്ധകാര ജീവിതത്തിൽ പ്രകാശം പരത്തി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു പാരഗ്രാഫ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ആദ്യത്തെ പാരഗ്രാഫ് അതിനകത്തുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ വരിക. ആ ഫസ്റ്റ് പേജിലെ പാരഗ്രാഫ് 1, 2 പാരഗ്രാഫുകൾ നന്നായിട്ട് വായിക്കുക. പിന്നെ അന്ധഗജ ന്യായം എന്താണെന്ന് അറിയാലോ. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് നമ്മൾ മതത്തിൽ പല മതങ്ങളിലൂടെ ദൈവങ്ങളെ കാണുന്നത്. പ്രസിദ്ധം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത്, സുപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ നല്ല പ്രസിദ്ധി നേടിയത്, കുപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ചീത്തയായ രീതിയിൽ പ്രസിദ്ധി നേടിയത്. നമുക്ക് 3ാമത്തെ യൂണിറ്റിലേക്ക് പോകാം. അപ്പൊ 2ാമത്തെ യൂണിറ്റിന്റെ താഴെ കൊടുത്തിരിക്കുന്ന കവി പരിചയം നോക്കണം, അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കണം. ഇതിലെ 3ാമത്തെ യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരിയാണ്. അതിലെ അയ്യപ്പ പണിക്കരുടെ നന്മകൾ കണ്ടത് കേട്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ നാവിന് കൊക്കിന് കഴിയട്ടെ. അപ്പൊ ഇവിടെ അതൊരു ആശംസയാണ്, പ്രവേശകമായി നൽകിയിരിക്കുന്ന ഒരു ആശംസയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രതികരണ ശേഷിയുള്ളവരായിരിക്കണം. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കണ്ടതും കേട്ടതും നന്മകൾ മാത്രമാണോ? അപ്പൊ അത് കണ്ടതും കേട്ടതും എല്ലാം നല്ലതെല്ലാം പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അപ്പൊ ഇത് തത്തമ്മയാണെങ്കിൽ കണ്ടത് കേട്ടത് എല്ലാം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നന്മകൾ മാത്രമല്ല, സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതും കൂടെ നമ്മുടെ ശ്രദ്ധയിൽ വരണം. തിന്മ കണ്ടാൽ പ്രതികരിക്കാനും നമുക്ക് കഴിയും. ഇനി ഇവിടെ തൊട്ടടുത്ത പാഠം വരുന്നത് പത്രനീതിയാണ്. പത്രനീതിയിൽ പത്രങ്ങളെ പറ്റി സാധാരണ ആളുകൾ നല്ലതേ പറയാറുള്ളൂ. അപ്പോൾ ഇവിടെ പത്രനീതിക്കകത്തുള്ള വൺവേഡുകൾ ശ്രദ്ധിക്കണം. വയലറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രങ്ങളെയാണെന്ന് നെപ്പോളിയൻ പറഞ്ഞു. പിന്നെ 4ാമത്തെ മഹാശക്തിയാണ് പത്രം എന്നൊരു ചിന്തകൻ പറഞ്ഞു. പത്രമില്ലാതെ ഭരണത്തെക്കാൾ താൻ അഭിലഷിക്കുക, ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണെന്ന് ജെഫേഴ്സൺ പറഞ്ഞു. സാഹിത്യം വായിക്കപ്പെടുന്നില്ല, പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞു. ഇബ്സൺ പറഞ്ഞത് മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്നവർ ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേൽ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. മറ്റൊരു എഴുത്തുകാരൻ പറഞ്ഞു പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയുകയും അത് സത്യമാകുന്നത് വരെ ആവർത്തിക്കുകയും ചെയ്തു. സാമുവൽ ബട്ട്ലർ പറഞ്ഞത് പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും വിരോധാഭാസം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പത്രങ്ങളോടൊരു വിയോജിപ്പുണ്ടെങ്കിൽ അതിന് പ്രചാരം ലഭിക്കണമെങ്കിൽ പോലും നമ്മൾ ആരെ ആശ്രയിക്കണം? പത്രങ്ങളെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പൊ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതിനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും പത്രങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതൊരു മുഖപ്രസംഗമാകാം, അതിനൊരു എസ്സേ എഴുതാനാകാം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അതുപോലെ നവമാധ്യമങ്ങളെ കുറിച്ച് ചോദിക്കാം. നവമാധ്യമങ്ങൾ ട്വിറ്റർ, ഫേസ്ബുക്ക്, വാട്സാപ്പ്, യൂട്യൂബ് തുടങ്ങിയ നവമാധ്യമങ്ങൾ ഏത് രീതിയിലാണ് സമൂഹ നന്മയ്ക്ക് ഉപയോഗിക്കുന്നത്? അതിന് ഗുണവും ദോഷവും ഉണ്ടല്ലോ. നല്ല കാര്യം ഇപ്പം നമുക്കറിയാം, പ്രളയം കൊറോണയൊക്കെ വന്നപ്പോൾ ഒരു കൂട്ടായ്മയ്ക്ക് ഇതൊക്കെ ഉപകരിച്ചു. പക്ഷെ പലപ്പോഴും മതപരമായ കാര്യങ്ങൾക്ക് തമ്മിലടിക്കാനും ഈ നവമാധ്യമങ്ങൾ അങ്ങനെ ഒരു ദോഷവും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, മതപരമായ കാര്യങ്ങളിലൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഗുണവശം എഡിറ്റിംഗ് ഇല്ലാതെ നമ്മുടെ അഭിപ്രായങ്ങൾ നേരിട്ട് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഗുണദോഷങ്ങൾ സമ്മിശ്രമായ നവമാധ്യമങ്ങളെ കുറിച്ചുള്ള ഒരു ചോദ്യവും പ്രതീക്ഷിക്കാം. പണയം എന്നൊരു കഥയാണ്. അതായത് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് കലാകൃതനായ ചാക്കുണ്ണി എന്ത് ചെയ്യുന്നു, ഒരു റേഡിയോ വാങ്ങുന്നു. അയാൾ റേഡിയോ വാങ്ങാൻ പോയ ദിവസം ആറാട്ടുകുന്നിലെന്ന് അയാൾ പോയ ബസ്സിലെ കണ്ടക്ടർ അയാൾക്ക് ടിക്കറ്റ് വാങ്ങിയില്ല. അയാൾ റേഡിയോ വാങ്ങാൻ പോയതാണ് അതിന് കാരണം. അപ്പൊ ആ ഒരു നാട്ടിലെ റേഡിയോ അയാളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്നു. ആ നാട്ടിലെ ആളുകൾ റേഡിയോ കേൾക്കുന്നത് ചാക്കുണ്ണിയുടെ ഇന്നാണ്. പക്ഷേ അവിടെ തന്നെ മറ്റൊരു കഥാപാത്രമുണ്ട്, ചെമ്പുമത്തായി. അയാൾ പണയം സ്വീകരിക്കുന്ന ആളാണ്. അയാൾക്കാണെങ്കിൽ യാതൊരു തരത്തിലുള്ള കലാവാസനയും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അയാളുടെ ജീവിതത്തിൽ എപ്പോഴും പണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. ലോലമായ വികാരങ്ങളൊന്നും അയാൾക്കില്ല. അപ്പോൾ കലാഹൃദയമുള്ളവരാണ് ചാക്കുണ്ണിയെങ്കിൽ, ദരിദ്രനായ തയ്യൽക്കാരനാണ് ചാക്കുണ്ണിയെങ്കിൽ, കലകൾക്ക് ജീവിതത്തിൽ സ്ഥാനം നൽകാത്തവനാണ് ചെമ്പുമത്തായി, പണത്തോട് ആർത്തിയുള്ളവനാണ് ചെമ്പുമത്തായി. ചാക്കുണ്ണിയുടെ ജീവിതാവസ്ഥ പരിതാപകരമാണ്. കലയോട് വലിയ താല്പര്യമാണ്, തൊഴിലിനോട് അയാൾക്ക് ആത്മാർത്ഥതയില്ല. ചെമ്പുമത്തായി ആണെങ്കിൽ മാനുഷിക മൂല്യങ്ങൾക്ക് യാതൊരു പരിഗണനയില്ല. അയാൾ പറയുന്നുണ്ട്, എൻ്റെ മക്കളാണ് ഈ നാട്ടിൽ ഏറ്റവും അടികിട്ടിയ കുട്ടികൾ. പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ്. അപ്പൊ കഥാപാത്ര നിരൂപണം ഇത് രണ്ടും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
പിന്നെ 3 പതിറ്റാണ്ടായി നൂല് കോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകളാണ് ചാക്കുണ്ണിയുടെ. കാലിൽ ആണിയുടെ അസുഖം ഉണ്ടായിട്ട് റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങാതെ കഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ ചാക്കുണ്ണി. പക്ഷെ അയാള് രാത്രി ഏറെ വൈകിയും ജോലി തുടരുന്നു റേഡിയോയുടെ സഹായത്തോടെ. പക്ഷെ റേഡിയോ ജബുമത്തായുടെ കയ്യിൽ പണയം വെച്ചതോടെ അയാളുടെ ജീവിതത്തിന്റെ താളമേ തെറ്റി. അയാളുടെ തുന്നലുകളെല്ലാം മോശമായി. അപ്പൊ അത് അയാളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നലാണ്. റേഡിയോ പാട്ടൊന്നും എനിക്കത്ര പിടുത്തമില്ല. മനുഷ്യര് മെനക്കെടുത്ത ഓരോ ഏർപ്പാടുകൾ, ആ സമയം പണിയെടുത്താൽ 4 കാശുണ്ടാക്കാന്ന അഭിപ്രായമാണ് ചെമ്പുമത്തായി പറയുന്നത്. വേണ്ടി ചികിത്സയ്ക്ക് പണത്തിന് വേണ്ടിയാണ് അയാള് ഈ റേഡിയോ പണയം വയ്ക്കുന്നത്. അവസാനം കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ബാലമണ്ഡലം കേൾക്കാൻ വന്ന് ആ ബാലമണ്ഡലം കേട്ടിട്ട് മനസ്സിന് ആശ്വാസമായി എന്ന് പറഞ്ഞ് ചാക്കുണ്ണി നടന്നകലുമ്പോൾ വായനക്കാരന്റെ ഹൃദയത്തിൽ നൊമ്പരമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ റേഡിയോ എന്ന കഥാപാത്രം ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. അമ്മയുടെ എഴുത്തുകൾ എന്നുള്ള മധുസൂദനൻ സാറിന്റെ കവിതയുടെ അവസാനത്തേത്. ഇപ്പൊ ജീവിതത്തിൽ ആർദ്രത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ തന്റെ കവിതയിലൂടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന എഴുത്തുകാരനാണ് വി മധുസൂദനൻ നായർ. അദ്ദേഹം ഇവിടെ നഗരജീവിതത്തിനിടയിൽ കവി കണ്ടെത്തുന്ന അമ്മയുടെ എഴുത്തുകളാണ് ഈ കവിതയുടെ പ്രമേയം. അപ്പൊ ഇവിടെ അമ്മയുടെ വാത്സല്യം, കരുതൽ, സ്നേഹം എല്ലാം ആയിരുന്നു ആ കത്തുകൾ. പക്ഷേ ഭാര്യ പറയുന്നു ഇതൊന്നും കുട്ടികൾ തൊട്ട് അശുദ്ധമാക്കേണ്ട. അപ്പൊ ഭാര്യയുടെ നവീനവും കുലീനവുമായ ഉപദേശമായി കരുതി ഭർത്താവ് അതിനെ കാൽപ്പെട്ടിയിൽ വെച്ച് പൂട്ടാം എന്ന് കരുതുന്നു. അപ്പൊ കത്തെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ഭാഷയിലാണ്, അല്ലെ? നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളാണ് അവിടെ പറയുന്നത്. എത്ര കുതൂഹലം നോക്കിയാൽ മിണ്ടും ഈ കത്തുകൾ, അല്ലെ? എത്ര കൗതുകമുള്ളതാണ് ഈ കത്തുകൾ. വായിക്കുമ്പോൾ അത് മിണ്ടുന്നതായിട്ട് തോന്നും. ഇപ്പൊ പണ്ട് ഫോണില്ല, മറ്റു ഉപകരണങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്നതെല്ലാം പകർന്നു വെച്ചിരിക്കുന്ന അമ്മയുടെ ചിന്മുദ്രയാണ്, ചിത് പ്ലസ് മുദ്ര, മനസ്സിലെ മുദ്രയാണ് ഈ അടയാളമണി എഴുത്തുകൾ. അമ്മയുടെ വാത്സല്യം, ഉത്കണ്ഠ, ഉപദേശം, ഇതൊക്കെ എന്താകുന്നു? മകന് കൃഷി കാര്യങ്ങൾ, നാട്ടുപുരാണങ്ങൾ, വീട്ടുവഴക്കുകൾ, ഇതെല്ലാം മകനെ അറിയിക്കുന്നതാണ് ഈ കത്തുകളിലൂടെ. അപ്പൊ ഇവിടെ അമ്മയുടെ ചിന്മുദ്രയാണ് എഴുത്തുകൾ. നാവിലെ തേനായി വന്ന് എൻ്റെ നാഭിയിൽ സ്പന്ദിക്കുന്നതാണ് ഈ വാക്കുകൾ എന്നൊക്കെയുള്ളത് ഇവിടെ കാവ്യബിംബങ്ങളായിട്ട് അവതരിപ്പിച്ചിരിക്കുക. പുറകെ വരുന്ന ഓർമ്മയാണ് അമ്മ. മൊഴി ഇനി കുറെ കാലം കഴിയുമ്പോൾ അതൊരു വിശകലന കുറിപ്പെന്ന് ചോദിക്കാം. തായ്മൊഴിയുടെ ഈണം എങ്ങനെ, മാതൃഭാഷയുടെ ഈണം എങ്ങനെ, അത് ചൊല്ലുന്നത് എങ്ങനെ, അത് പറയുന്നത് എങ്ങനെ ചോദിക്കുന്ന കുട്ടികൾ നമുക്കുണ്ടാവും. ശാലയിൽ അമ്മയുടെ ബിംബം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? അന്യഭാഷയുമായിട്ടുള്ള സംസ്കാരമാണ്. അപ്പൊ അമ്മയിൽ നിന്ന് അകലുന്ന കുട്ടികൾ മാതൃഭാഷയിൽ നിന്ന് അകലും, മാതൃരാജ്യത്തിൽ നിന്നും അകലും. അപ്പൊ ഈ ഒരു പാഠം കഴിയുമ്പോഴും നമുക്ക് ചോദ്യങ്ങൾ, ഇതിനകത്ത് അമ്മ തന്നെയാണ് മാതൃഭാഷ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇത് കഴിയുമ്പോഴും മുഖപ്രസംഗമായിട്ടും ഒക്കെയുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാം. സുകുമാർ അഴീക്കോടിനെ കുറിച്ചും സന്തോഷ് കുമാറിനെ കുറിച്ചും മധുസൂദനൻ സാറിനെ കുറിച്ചും ഒക്കെയുള്ള കവിപരിചയം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വായിക്കണം. പിന്നെ ചെറിയ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, അതും വായിക്കാം. അപ്പൊ സെക്കൻഡിന്റെ മലയാളം അടിസ്ഥാന പാഠാവലിയെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനമാണ്, റിവിഷനാണ് ഇവിടെ കഴിഞ്ഞത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഈ ഒരു പാഠഭാഗങ്ങൾ വ്യക്തമായ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ട്. അത് കയ്യിൽ വെച്ച് വേണം വീഡിയോ കാണാൻ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.